സീനിയർ ഉള്ളപ്പോൾ ജൂനിയർ കണ്ട അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. നടികർ തിലകം തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ് സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടൊവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപിടി 10-20ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എൻ്റെ മകൻ ലാൽ ജോലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികർ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര, TV, മാധ്യമങ്ങളിലെ, ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ, അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ്, അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാധാരണ വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണപ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള, നന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്ന് എത്തിയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, സാർ, കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ്. സാർ, അത് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അയ്യോ അപ്പ പിന്നെ നോക്കിയപ്പോഴേക്ക് പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു. വിചാരിച്ചു എന്താ സാറേ, ഇല്ല സാർ, പുള്ളി തപ്പി കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോ വേറെ ഒന്നുമല്ല സാർ, എന്നെ ലാൽ സാറിനാണ് വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴിലാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ലാൽ സാറിന് ഞാൻ എങ്ങനെ പറയുന്നത്, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണെന്ന് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടും അല്ല, ഒരു എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരൊന്ന് മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാലും ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികർ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയിച്ചിട്ട് ഞാൻ സാർ, അവര് കാശ്മീർ ഷൂട്ടിംഗ് പോയിരിക്കുകയാണ്, അവര് അടുത്ത ആഴ്ച വരും, ഞാൻ എപ്പോഴും അതിനൊരു കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് പോലെ ഒരു സംഭവം വന്നു. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെ ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീനെ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത്, അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ് വേറൊരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല, പ്രൊഡക്ഷൻ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും. എങ്കിലും സംസാരിക്കാതിരിക്കുന്ന വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടില്ല ജീനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ അനുജി പറഞ്ഞു, പപ്പ നമ്മുടെ പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോടാ, പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ. പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനോടുള്ള, പിതാവിനോടുള്ള സ്നേഹം, അത്
നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മൾ പേര് മാറ്റുന്നു പോകുമ്പോൾ അത് എന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണം. ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറേ നമ്മുടെ പേര് മാറ്റും സാറേ, കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കൊള്ളാം, കുഴപ്പമില്ല. ലാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികർ തിലകം ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നാടകത്തിലൊന്നും മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇതിറങ്ങുമ്പോ അതിനകത്തൊരു ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞ സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ, ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും, അതിനൊന്ന് സാറ് വരാം. ഉടനെ സാർ പറഞ്ഞത് എന്തല്ല അല്ലെങ്കിൽ റിക്വസ്റ്റ് ആവും, ഞാനും പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല സാർ, ഇത് ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ്, സാറ് വരണം. സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ ഈ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണ് സാറ് എന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനൊരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ ടൊവിനോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും പ്രഭു സാറും, ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത്, എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാൾ, എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന, നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നടികർ തിലകം എന്നുള്ള ടൈറ്റിലിൽ. അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന അത് ശരിയല്ല എന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമുക്ക് എല്ലാവിധ ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇന്ന് ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. സാർ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് ഇതിന് വളരെയധികം സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലായി ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ക്ഷണിച്ച ജീൻ, ലാൽ സാർ, എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ. പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാറ്. വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. പ്രിയപ്പെട്ട മക്കളെ, നമസ്കാരം. I don't think I'll go for that paper. Very happy. I'm very, very happy to be here in Kerala. Because people in Kerala love my father so much. And today I'm standing here is only because of the love and affection you show for my father. Thank you so much. എൻ്റെ അച്ഛൻ മേലെ நீங்கெல்லாம் வச்சிருக்க பயங்கர லவ்வாய் இன்னைக்கு இந்த ஆசீர்வாதம் எனக்கு இங்கே I'm here. When my father was there, people used to talk about him. When my father wasn't there, people cried over him in Kerala. Wherever I went to some villages shooting. I did some Malayalam pictures with my brothers, Anna, Mamukka Anna, Namma Maapane, Mohanlal, Jairam sir,
பிலிப் சார் எல்லாரும் கூட படகன்னு பண்ணியிருக்கேன். அவங்க கூடலாம் போகும்போதுலாம் அந்தந்த வில்லேஜில் சிவாஜி சார் பார்த்துட்டு சிவாஜி சார் எப்படி இருக்காரு, சிவாஜி சார் போயிட்டார், எங்களுக்கெல்லாம் ஹார்ட்டே போயிடுச்சு அப்படின்னு people cried about him. That's the time I know that people in Kerala were in awe of him. They loved him so much. And that love and affection, you ought to show it here. So we sir, Tovino, you surprised me with all your characters. You're a relentless, very good actor. You're a good actor too, sir. Lal sir, சொல்லவே வேண்டாம், பிரமாதமான ஆக்டர் லால் சார். ஜீன் வந்து என்னோட மகன் விக்ரம் பிரபு மாதிரி Gene, you did a hit movie earlier. You're going to keep doing hit movies. We are welcoming you to Tamil, and Mr. Maitreyi is welcoming you to Telugu. Please come. We need talented like you, talented people like you, and we need talented artists like you. Lal sir, meter only Malayalam meter, Tamil meter, Telugu meter, எல்லாம் வாங்கிட்டு இருக்காரு சார். அது மாதிரி நீங்க எல்லாம் வரணும். You all have fantastic actors. யாத்ராமொழி ஃபாதர் ஆக்ட் பண்ணும்போது அப்போ திலகர் சார் ஒரு பக்கம், நெடுமுடி சார் ஒரு பக்கம், லால் சார் ஒரு பக்கம். டேய் என்னடா இப்படி ஆக்ட் பண்றாங்க எல்லாம். சிவாஜி சார் பிரமாதம் ஆக்ட் பண்றாங்க. See what happened was Shivaji sir in between he did not act for about 5 or 6 years. So that time they had called him for this picture. So he went. Everyone wanted to act with Shivaji sir. Tilagan sir told me that. Mama, Nedumudi Anna also told me. And Lal வந்து அப்பா father has done 19 films with Mr. Balaji. Suchi father கூட 19 films. So father calls Lal Maapla, day Maapla Ivada, like that. I also call him Maapla because Suchi is my sister. So like this continues. And of course, Mamukka Anna, Dulkar and my son Vikram Prabhu are classmates. So we are close there also. Amma, Mrs. Lal, I'm so sorry I didn't come home. I'll come next time. Everyone is speaking about my food only, not about me. No, but that's how my father brought me up. My uncle, Mr. Shanmugam, was there, father's younger brother. He was School of Economics in London. He was the one who took care of my father. So they all brought us all up. Actors anywhere, technicians anywhere, people who come from media anywhere. First thing you ask them is, Saptingla. That is enough. So that's how I was brought up. I'm so happy that Gene is doing a good job. Maitreyi production, you got a very big production. You have my Maapla, Alan. He also is a Godspeed production. So all this together with wonderful actors like Tovino, Shubhi sir, Ipudi illa. Bhavana is also there, right? She's my artist, my Shivaji Productions artist. So I wish all of you wonderful, wonderful success. இது நடிகர் தலகம் அப்படின்னு வரும்போது someone told me, I didn't know about it. They said they put as நடிகர் தலகம். நடிகர் தலகம் is very close to Shivaji சாரோட ஃபேன்ஸோட ஹார்ட், ரொம்ப க்ளோஸ். So what happened is they called me and they said, சார் நடிகர் தலகம் வச்சிருக்காங்க, can you please ask them to change or ask them to get something else? I said I will try. I simply called to Lal sir. Lal sir, படம் இது நடிகத்தலம் எடுக்கிறாங்க சார், யாரு? ஐயோ சார் என் பையன் சார், ஜீன் சார். சார் சார் எல்லாம் இன்னைக்கு டுடே த்ரூ அவுட் தி வேர்ல்ட் சிவாஜி சார் இஸ் நோன் அஸ் நடிகர் தலம். ஆல் தோஸ் பீப்புள் ஹூ ஆர் வெரி அஃபெக்ஷன்ஸ் கால் ஹிம். ஸோ இஃப் யூ கேன் ஐ வில் நாட் ஃபோர்ஸ் யூ. இஃப் யூ கேன், இஃப் மை சன் ஜீன் சேஸ் ஓகே, யூ ப்ளீஸ் ட்ரை. அண்ட் Dovina, please tell Dovina also. Because it will be close to their heart also. நடிகர் தலம் பேர்ல வந்து அவங்க படம் பண்ணாங்கன்னா it is a very big thing for them. So when they're doing that, please, I request, can you do? Can I? So with all the great heart, with the understanding, these people all, what they did was, they changed the name to Nadigar. I thank you all from the bottom of my heart, for my family, for the thousands of Shivaji sir fans. நீங்க வந்து டைட்டில் வந்து நடிகர் தலம், you have made it as நடிகர். You're a great நடிகர், don't worry. All the best actors are there. And after all these movies, you're going to become a நடிகர் தலம். So no problem.
you're going to save Mr. Shivaji's name. So thank you so much for being so understanding, Mr. Lal. Jean, I know how it is today's youngsters. Now 250 films, 75 directors I have introduced. Okay, I'm very proud about that. Directors like you, P. Vasu sir, R.V. Udayakumar. So they have all, from an assistant director, I'll see them and I pick them out. The reason was, I was forced to do 19 films with my father that time. I wanted to get away from my father. Okay? Shivaji sir was a tree, banyan tree. I only could live my hand outside. I'm under a shade. I can't get his name, but I tried to save his name. I think I have done that much. Okay? So, this Nadigar Tilagam is very close to our heart. Please don't mistake us. People of Kerala also, please don't mistake us. We only requested. We did not force anyone. We requested. Request Matirkanga, Nadigar Peru. Nadigar Periya Hitav Bhusan Maitreyi sir is one of the big producers in Telugu. Very happy to see him. And of course, Alan, you're going to become big time. Soon you're going to take 10 commandments and a picture bigger than Bahubali. Okay, a picture bigger than Ponniyin Selvan. Thank you so much. It was wonderful to meet you all. First of all, on the Lal sir family ke namaskaram. Chechi, I will come one day. I did not come today. I'll come one day and I would have purchased them. Okay? Thank you. Thank you so much, ladies and gentlemen. Thank you so much. Thank you the whole team of Nadigar Tilagam to have changed the name to Nadigar. Okay? From today, this film is Nadigar. Okay? Thank you so much for understanding us and understanding the thousands and millions of fans of Mr. Shivaji's Nadigar Tilagam's fans. Their wishes. Thank you so much.